കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചക്കക്കുരു കൊണ്ടൊരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ചക്കക്കുരു കണ്ടോ? ചക്കക്കുരു ഇന്ന് നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു ചിക്കൻ മസാലയിട്ട ഒരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരെയും സ്വാഗതം ചെയ്തു. വരൂ, നമുക്ക് വീഡിയോ കാണാം. ചക്കക്കുരു നമ്മൾ നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് ചക്കക്കുരു ഉണ്ട്. അപ്പോൾ അതിൻ്റെ മസാലയാണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കാണ്. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇത് നമുക്കൊന്ന് വേവിച്ച് വെക്കണം. ഇതൊന്ന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടപ്പേ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ മസാലകളെല്ലാം പുരട്ടി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കുക. അടപ്പയിലോട്ട് വയ്ക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില എല്ലാം കൂടെ ചതച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മുടെ ചക്കക്കുരു എല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് വേറൊരു പാൻ വെച്ചു. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് നമുക്ക് ഈ മസാലകളൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് നമുക്കല്പം ജീരകം ഇട്ട് കൊടുക്കാം. അല്പം ജീരകം, കടുക്, കുറച്ച് പെരിഞ്ജീരകം, പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. കരിയാപ്പില ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. ഉള്ളി ചേർക്കാം. ഇളക്കി കൊടുക്കാം. ചോറുണ്ണാനും ചപ്പാത്തിക്കും നല്ലതാണ്. ഇതിനെന്താണോ ഞാൻ പേരിടുന്നതെന്ന് ഞാൻ ഓർക്കുകയാണ്. ചിക്കൻ മസാല ചേർത്ത നല്ലൊരു കിടുക്കാച്ചി ചക്കക്കുരു കറി ചോറിനും ചപ്പാത്തിക്കും ബെസ്റ്റ്. ചക്കക്കുരു നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് കേട്ടോ. കോൺസ്റ്റിപ്പേഷനെ അവോയ്ഡ് ചെയ്യാനും വിറ്റാമിൻ എ ധാരാളമുണ്ട്. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. ഫൈബർ കണ്ടൻസ് ധാരാളമുണ്ട്. മലശോധനയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ള അസുഖമുള്ളവർക്കൊക്കെ നല്ലതാണ് ചക്കക്കുരു കഴിക്കുന്നത്. ലിവർ ഡീറ്റോക്സിഫിക്കേഷനും ഒക്കെ നല്ലതാണ്. നമുക്ക് ആരോഗ്യമുള്ള ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് ചക്കക്കുരുവിന്. അപ്പം നമുക്ക് ഈ സമയത്തല്ല ചക്ക കഴിക്കാൻ പറ്റത്തുള്ളൂ. ചക്കക്കുരുവും ചക്കയും അവൈലബിളായിട്ടിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഡിഷസ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഞാനിപ്പോൾ 2-3 ഡിഷ് കാണിച്ചു. ഒരു
ചക്കക്കുരു ഇറച്ചി വെക്കുന്ന പോലെ ഒരു ചക്കക്കുരു കറി കാണിച്ചിരുന്നു. ഇത് ഒരു അടിപൊളി കറിയാണ്. ചക്കക്കുരു എല്ലാം ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് എടുത്ത് മാറ്റാം. എല്ലാം കൂടെ ഇറക്കി കൊടുക്കാം. നമ്മുടെ അടിപൊളി ചക്കക്കുരു ചിക്കൻ മസാലയകത്ത് ചക്കക്കുരു മെഴുക്കുവരട്ടി, മെഴുക്കുവരട്ടി എന്ന് തന്നെ പറയാം അല്ലേ, ഡ്രൈ ആയിട്ടിരിക്കുന്നത് മെഴുക്കുവരട്ടി എന്ന് പറയാം. റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി അടിപൊളി, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തി തിന്നാനും ചോറ് തിന്നാനും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ചക്കക്കുരു മസാല നല്ല സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ, ഫാന്റാസ്റ്റിക് ടേസ്റ്റ്. നമ്മളിതുപോലെ ഉണ്ടാക്കി നോക്കുക. ചോറിനും ചപ്പാത്തിക്കും ബെസ്റ്റാണ്. അപ്പം ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, കമൻറ്റ്, സബൊക്കെ തരാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയും ചെയ്യും. നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.